ശ്രീ ഇളങ്കോവൻ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വണക്കം ശ്രീ ഇളങ്കോവൻ. Did DMK hold political alliance talks with Kerala MLA PV Anwar? It is reported that Anwar met leaders of your party like Sendil Balaji and some in Chennai yesterday. Anything such thing has happened because the party DMK CPIM is in alliance with us, so we can't speak to another party which is not in alliance with the CPIM in Kerala. And if he is, I think he was taken action by the CPIM. So when our alliance partners have taken action against one MLA, how can we take him? That is the thing. Hello? Sri Ilangovan, there were also a report that PV Anwar would meet Tamil Nadu Chief Minister MK Stalin. Any confirmation on this? I don't know, because yesterday he was, in the evening he was busy, in the morning he might have met him. An MLA coming and meeting is different. But alliance is a different thing. Okay. It's clear, sir. Thank you so much for joining us. രാഗേഷ് തുടരുന്നുണ്ട്. രാഗേഷ്, ഇളങ്കോവൻ വ്യക്തമായി പറയുന്നു ഒരു അലയൻസിന് അവർക്ക് താല്പര്യമില്ല, അത് വ്യക്തമാണ്, അത് ഉണ്ടാകില്ല എന്നുള്ളത്. തുടർന്നോളൂ. ആര്യ, അത് തന്നെയാണ് ഇപ്പോൾ സൂചിപ്പിച്ച് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം CPM DMK സഖ്യമാണ്, അത് തമിഴ്നാട്ടിലായാലും ദേശീയ തലത്തിലായാലും അവർ സഖ്യമാണ്. അപ്പോൾ ആ സഖ്യത്തെ ഉലയ്ക്കുന്ന ഒരു നടപടിയിലേക്കും ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ TKS ഇളങ്കോവൻ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ ഇപ്പോൾ ന്യൂസ് 18നോട് പങ്കുവച്ചിരിക്കുന്നത്. അതായത് കാലങ്ങളായുള്ള ഒരു സഖ്യകക്ഷിയെ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പിണക്കത്തിന്റെ പേരിൽ PV അൻവർ വരുമ്പോൾ PV അൻവറിനെ സ്വീകരിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ഏതായാലും DMK നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് തന്നെ പറയാം. അതിന് നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനമായുള്ളത്. ഒന്ന്, തമിഴ്നാട്ടിൽ സഖ്യകക്ഷി, ഒപ്പം BJP വിരുദ്ധ മുന്നണിയായാണ് DMK നിൽക്കുന്ന ഒരു മഴവിൽ സഖ്യം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അതിൽ ചെറു പാർട്ടികളെല്ലാം തന്നെയുണ്ട്. CPM ഉണ്ട്, CPI ഉണ്ട്, VCK ഉണ്ട്, തുടങ്ങി പ്രധാനപ്പെട്ട പാർട്ടി മുസ്ലിം ലീഗ് ഉണ്ട്. ഈ പാർട്ടികളൊക്കെ തന്നെ ഉൾപ്പെടുന്നതാണ് തമിഴ്നാട്ടിലെ DMK മുന്നണി. അപ്പോൾ ഒരു BJP വിരുദ്ധ ചേരി, ആ ഒരു പ്ലാറ്റ്ഫോമിന് നേതൃത്വം നൽകുന്നത് MK സ്റ്റാലിനാണ്, DMK ആണ്. അപ്പോൾ അത്തരത്തിൽ BJPക്കെതിരായ ഒരു വോട്ടുകൾ പോലും പോകേണ്ടതില്ല എന്ന നിലപാടുണ്ട്. അതിൽ തന്നെ അവർ CPMനെ പ്രധാനപ്പെട്ട കക്ഷിയായി കാണുന്നു. രണ്ടാമതായുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും തമ്മിലുള്ള ബന്ധം. അതുൾപ്പെടെയുള്ളവ സ്വാഭാവികമായും DMK നേതൃത്വം പരിഗണിച്ചിട്ടുണ്ടാവാം. കാരണം PV അൻവർ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്നത് ആദ്യം സ്വർണ്ണക്കടത്ത് കേസിൽ അല്ലെങ്കിൽ അടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ട് പിന്നീട് ആ ആരോപണങ്ങളൊക്കെ തന്നെ പോലീസിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും നേരെയായി. അതിനുശേഷം മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞതോടുകൂടി മുഖ്യമന്ത്രിക്കെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനെതിരെ എതിർത്ത് നിൽക്കുന്ന ഒരു നേതാവിനെ സ്വീകരിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് DMK നേതൃത്വം എത്തിച്ചേരാൻ കാരണമെന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. അതുകൊണ്ട് തന്നെയാണ് അൻവറിനെ പാർട്ടിയിൽ വേണ്ടതില്ല എന്ന നിലപാടിലേക്ക് DMK ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. തീർച്ചയായും രാഗേഷാണ് വിവരങ്ങൾ നൽകുന്നത്. ഒപ്പം